CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതേപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഒന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കൈറ്റ്, പിന്നെ സാക്ഷരതാ മിഷൻ. അതിൻ്റെ ഒപ്പം ചേർന്ന് കുടുംബശ്രീയും ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകുകയും നല്ലതുപോലെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചപ്പോൾ നമുക്ക് 2024 ഫെബ്രുവരി മാസം 24-ന് 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായി കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് തളിപ്പറമ്പിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പട്ടികജാതി പട്ടികവർഗം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ ഇവിടെ പഠനം നടത്തിയിട്ടുള്ളവർക്കും പരിശീലിപ്പിച്ചവർക്കുമുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. 2023 മെയ് 2-ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഈ പരിപാടിയിലേക്ക് ആളുകളെ രജിസ്റ്റർ ചെയ്യുന്ന ജോലിയാണ് ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത്. അതിന് 3213 സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് പഠിതാക്കളെ രജിസ്റ്റർ ചെയ്തത്. 52,230 പഠിതാക്കൾ രജിസ്റ്റർ ചെയ്തു. 3,432 പരിശീലകർ പദ്ധതിയുടെ ഭാഗമായി